നമ്മുടെ EV കാർ എക്സ്പീരിയൻസ് പാർട്ട് 1 നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടി. ആ വീഡിയോയ്ക്ക് കിട്ടിയ ഒരു റെസ്പോൺസും കൂടെ കണക്കിലാക്കിയായിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു EV കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടാറ്റയുടെ പഞ്ച് EV എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഉപകരിക്കും. ആദ്യം തന്നെ ഈ സ്റ്റിയറിംഗിന്റെ കാര്യം ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഈ പഞ്ച് EV ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്റ്റിയറിംഗും ഇതുപോലൊക്കെ ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ എടുക്കാൻ പോകുന്ന വണ്ടിക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമോ എന്നുള്ളത്. അപ്പം അവരത് പറഞ്ഞത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്, അതുകൊണ്ട് വരുന്ന പ്രശ്നമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇതൊരു ക്വാളിറ്റി ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ആ കമന്റ് വന്ന പോലെ എന്റെ ഈഗോ ആണോ ഞാനത് സമ്മതിക്കാത്ത, ഇല്ലെങ്കിൽ ഞാൻ ഇതിലിട്ട് എന്തെങ്കിലും കൈയിട്ടൊരയ്ക്കുന്നതാണോ എന്നൊക്കെ കമന്റ് വന്നു. അങ്ങനെയൊന്നുമില്ല, ഈഗോയും അല്ല, കൈയിട്ടൊരയ്ക്കുന്നതല്ല, ചെറിയൊരു ക്വാളിറ്റി ഇഷ്യൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം കുറെ തവണ നമ്മൾ ഇന്റീരിയർ വാഷിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഒരു ഫെയ്ഡ് പോലെ സംഭവിച്ചു. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കി അറിയാൻ പറ്റും. പിന്നെ ഈ സ്റ്റിയറിംഗിന്റെ കളർ ഉണ്ടല്ലേ, ഈ ഭാഗത്തൊക്കെ ഇച്ചിരി ലെതർ പോയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്ന ഒരു കളർ കൂടിയാണ് ഇത്. ലെതറാണ്, എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന പോലെ ഇന്റീരിയർ ഒന്ന് വാഷ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഈ സ്റ്റിയറിംഗിന്. അടുത്തൊരു ചോദ്യം എല്ലാവരും ചോദിച്ചത് സർവീസ് കോസ്റ്റിനെ പറ്റിയാണ്. ഇതാണ് നമുക്ക് ഓവറോൾ വന്നേക്കുന്ന സർവീസ് കോസ്റ്റ്, 37,617 രൂപ. ഈ 37,617 രൂപയിൽ ഒരു ടയർ റീപ്ലേസ്മെന്റ് കൂടെ ഉണ്ട്. ഏകദേശം 10,000 രൂപ ഈ ടയറിന്. ആക്ച്വലി ഒരു ഓടയിൽ വീണിട്ട് എന്റെ ഒരു ടയർ കീറിപ്പോയായിരുന്നു, അപ്പൊ അത് റീപ്ലേസ് ചെയ്തു. 15,000 കിലോമീറ്ററിലാണ് ഞാൻ ആ ടയർ റീപ്ലേസ് ചെയ്തത്. ബാക്കി 3 ടയറും ഈ വണ്ടി എടുത്തപ്പോൾ ഉള്ള ടയേഴ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി 60,035 കിലോമീറ്റർ ആയിട്ടുണ്ട്. ടാറ്റ പഞ്ച് EVയെ പറ്റി എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ആ കമന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഇതിന്റെ ഒരു പാർട്ട് 3 ഷൂട്ട് ചെയ്യുന്നത്.